വെൽക്കം ടു ചീമാസ് കിച്ചൺ. ഇന്ന് ചീമാസ് കിച്ചണിൽ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ പെരട്ടാണ്. അധികം മസാലകളൊന്നും ചേർക്കാണ്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ചിക്കൻ പെരട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നുള്ളത് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കറി ലീഫ് എടുത്തിട്ട് ഞാനിത് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഞാനൊരു പാനിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 10 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം ചതച്ച ഇഞ്ചി, ഇത് രണ്ടും കൂടി ചേർത്ത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഷാലറ്റ്, ഞാനിവിടെ 200 ഗ്രാം ഷാലറ്റ് എടുത്തിന് ഏകദേശം 1 കപ്പോളം വരും. ഇതും കൂടി ചേർത്ത് നന്നായിട്ട് ഇതിനൊന്ന് വഴറ്റിയെടുക്കണം. നല്ലോണം ആ ഒരു ട്രാൻസ്പെറൻ്റ് ആവുന്ന സമയത്ത് ഉള്ളി നല്ലോണം ഒന്ന് വെന്ത് വരുന്നവരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളി ഒന്ന് വെന്ത് കിട്ടാനായിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സോൾട്ട് 1 ടീസ്പൂൺ ചേർത്ത് വീണ്ടും നന്നായിട്ട് ഇതിനൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഒരു ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല, ഉള്ളി നന്നായിട്ട് തന്നെ ട്രാൻസ്പെറൻ്റ് ആയി വന്നാൽ മതിയാവും. ഇനി ഞാൻ ഇതിലേക്ക് വീണ്ടും ഒരു ഹാഫ് ഒനിയൻ സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ള ഒരു ഹാഫ് ഒനിയൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും നമുക്ക് ഇതിനൊന്ന് വഴറ്റിയെടുക്കാം. നിങ്ങൾക്ക് ഷാൾട്ട് മാത്രമേ വേണ്ടെങ്കിൽ അത്രമാത്രം ചെയ്താൽ മതി. നന്നായിട്ട് ഇതിനൊന്ന് വഴറ്റിയെടുക്കാം. ഷാൾട്ടും കൂടി ചേർത്തതിൻ്റെ കൂടെ നമ്മൾ ഉള്ളിയും കൂടി ചേർത്തൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം കോക്കനട്ട്, ഗ്രേറ്റഡ് കോക്കനട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കോക്കനട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോക്കനട്ടിൻ്റെ തേങ്ങ കൊത്ത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഗ്രേറ്റഡ് കോക്കനട്ട് തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 500 ഗ്രാം ചിക്കൻ ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കണം. ഈ ഒരു റെസിപ്പിക്ക് വലിയ പീസുകളുടെ ആവശ്യമില്ല. അപ്പോൾ ചിക്കനും കൂടി ഇട്ട് നന്നായിട്ട് ഇതിനൊന്ന് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ മസാല നിർബന്ധമല്ല, അതിന് പകരമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ചിക്കൻ മസാലയും കൂടി ഇട്ട് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കേണ്ടതാണ് ചിക്കൻ. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിനെ അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് ഞാൻ അതിനെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ വേവിച്ച് ചിക്കൻ ജസ്റ്റ് ഒന്ന് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. കാരണം ചിക്കനിൽ കുറേ വെള്ളമൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും, വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കനിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള കറി ലീഫിൻ്റെയും അതുപോലെ തന്നെ പച്ചമുളകിൻ്റെയും പേസ്റ്റ് ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിലായിട്ടുള്ള ചിക്കനെ നമുക്കൊന്ന് വീണ്ടും കുക്ക് ചെയ്തെടുക്കണം. അപ്പം ഞാൻ ഇതിനൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് ഒരു 10 മിനിറ്റും കൂടി വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പം ധാരാളം വെള്ളം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ വീണ്ടും അതിനൊന്ന് വറ്റിച്ചെടുക്കണം. മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് അതിനൊന്ന് വറ്റിച്ചെടുക്കണം. വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഇനി ഞാൻ ഇതിലേക്ക് 1 ടൊമാറ്റോ സ്ലൈസ് ചെയ്തും അതുപോലെ തന്നെ 1 ഒനിയൻ കട്ട് ചെയ്തതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ടും നീളത്തിൽ അരിഞ്ഞതാണ്. 1 ഉള്ളിയും അതുപോലെ തന്നെ 1 തക്കാളി നീളത്തിൽ അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വീണ്ടും ആ ടൊമാറ്റോ ഒന്ന് കുക്ക് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് ഇതിനൊന്ന് വേവിക്കുന്നുണ്ട്. നിർബന്ധമില്ല, അല്ലെങ്കിൽ അടച്ചു വെക്കാണ്ട് നിങ്ങൾക്ക് വേവിക്കാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് വേഗം ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ചിക്കൻ ഇപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലി ഇല ചേർക്കാം. മല്ലി ഇല ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൊറിയാണ്ടർ ലീഫ് ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാര്യം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. കുറച്ച് കസൂരി മേത്തി, ഒരു 1/4 ടീസ്പൂണോളം കസൂരി മേത്തി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കസൂരി മേത്തിയും കൂടി ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. അവസാനമായിട്ട് കുറച്ച് ഉള്ളിയും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ പെരട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഞാനിതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ വാച്ച് ചെയ്യുക, ഷെയർ ചെയ്യുക.